ഞാൻ ഇതുവരെ കാശ്മീരിൽ പോയിട്ടില്ല. നിങ്ങളിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ ചെന്നൈയിൽ പോയിട്ടുണ്ട്. ഞാൻ ചെന്നൈയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് ഉപയോഗിക്കാം ഹാവ് ബീൻ ടു. ഐ ഹാവ് ബീൻ ടു ദുബായ് എന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ദുബായ് സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇപ്പോൾ ദുബായിലല്ല, ഞാൻ നാട്ടിലാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ആരെങ്കിലും ദുബായ് ഒന്ന് സന്ദർശിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ദുബായിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഐ ഹാവ് ബീൻ ടു ദുബായ് എന്ന് പറയാം. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെ ചോദിക്കും? ഹാവ് യു ബീൻ ടു ദുബായ്? ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഹൗ മെനി ടൈംസ് ഹാവ് യു ബീൻ ടു ചെന്നൈ? നിങ്ങൾ എത്ര പ്രാവശ്യം ചെന്നൈയിൽ പോയിട്ടുണ്ട്? ഐ ഹാവ് ബീൻ ടു ചെന്നൈ മെനി ടൈംസ്. ഞാൻ ചെന്നൈയിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. ഐ ഹാവ് നെവർ ബീൻ ടു ആഗ്ര. ഞാൻ ഇതുവരെ ആഗ്രയിൽ പോയിട്ടില്ല. ഷീ ഹാസ് ബീൻ ടു ആഗ്ര ഓൺലി വൺസ്. അവൾ ആഗ്രയിൽ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. ഇവിടെ ഹാസ് ആണ് ഉപയോഗിച്ചത്, കാരണം സബ്ജക്റ്റ് ഷീ ആണ്. സബ്ജക്റ്റ് അനുസരിച്ച് ഹാസ് അല്ലെങ്കിൽ ഹാവ് മാറ്റി ഉപയോഗിക്കേണ്ടി വരും. ഐ ഹാവ് ബീൻ ടു, യു ഹാവ് ബീൻ ടു, വി ഹാവ് ബീൻ ടു, ദേ ഹാവ് ബീൻ ടു. പിന്നെ പ്ലൂറൽ സബ്ജക്ട്സ് ഏതാണെങ്കിലും ഹാവ് ബീൻ ടു എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഹീ ആണെങ്കിലോ ഹീ ഹാസ് ബീൻ ടു. ഷീ ആണെങ്കിലോ ഷീ ഹാസ് ബീൻ ടു. അതുപോലെ ഏത് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും ഗീത ഹാസ് ബീൻ ടു അങ്ങനെ ഉപയോഗിക്കണം. ഹാസ് എനി വൺ ഓഫ് യു ബീൻ ടു മുംബൈ? നിങ്ങളിൽ ആരെങ്കിലും മുംബൈയിൽ പോയിട്ടുണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ എനി വൺ ഓഫ് യു, എനി വൺ എന്നത് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ഹാസ് ഉപയോഗിച്ചത്. മൈ ബ്രദർ ഹാസ് ബീൻ ടു ദാറ്റ് പ്ലേസ്. എൻ്റെ ബ്രദർ ആ പ്ലേസിൽ, ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. നൺ ഓഫ് us ഹാസ് ബീൻ ടു ലണ്ടൻ. ഞങ്ങളിൽ ആരും, നൺ ഓഫ് us എന്ന് പറയുന്നത് ഞങ്ങളിൽ ആരും, ഹാസ് ബീൻ ടു ലണ്ടൻ, ലണ്ടനിൽ പോയിട്ടില്ല. ഞങ്ങളിൽ ആരും ലണ്ടനിൽ പോയിട്ടില്ല. നൺ ഓഫ് us എന്നത് സിംഗുലർ സബ്ജക്റ്റാണ്, അതുകൊണ്ടാണ് ഹാസ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത്തരം സെൻറ്റൻസസ് കൂടുതൽ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യണം. ഹാവ് അതുപോലെ ഹാസ് ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് എന്ന് മറക്കരുത്.